ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഡിന്നറിന് പോവാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വികാസ് വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ വികാസിനെ? പ്രിയങ്കയുടെ ഭർത്താവ്. പിന്നെ സുസ്മിതയുണ്ട്, അക്ഷയ് ഉണ്ട്, പിന്നെ സുവർണയുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഉബറൊന്നും ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം വികാസിൻ്റെ മോട്ടോർ സൈക്കിളിലാണ് ഞാൻ പോകുന്നത്. സുവർണ ജോലി നിർത്തി പോവുകയാണ്. അത് കാരണം സുവർണയ്ക്ക് ഡിന്നറിന് വേണ്ടി മാനസി വിളിച്ചതാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരെ തലേഗാവിലാണ് മാനസിയുടെ വീട്. അപ്പം ഞാനും വികാസും കൂടെ മോട്ടോർ സൈക്കിളിൽ മാനസിയുടെ വീട്ടിലെത്തി. ഇത് ഒരു മഹാരാഷ്ട്ര ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അതിൻ്റെ ഒരു ടൗൺഷിപ്പ് പോലെ ഒരു ചെറിയ പ്ലോട്ടുകൾ പ്ലോട്ടായിട്ട് കൊടുത്ത് അവിടെ വീട് പണിത് അങ്ങനെയാണ്. അവിടെ ആ സൊസൈറ്റിയിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. മാനസിയുടെ വീട് നല്ല ഒതുങ്ങിയ ഒരു കൊച്ചു വീട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ മാനസിയുടെ വീട്ടിലെത്തി. ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അക്ഷയും സുസ്മിതയും എത്തി. ഇതാണ് മാനസിയുടെ അച്ഛൻ. പിന്നെ സുവർണയുണ്ട്. നമ്മുടെ പ്രിയങ്കയ്ക്കും വികാസിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ഒരു കുഞ്ഞു വീട് വളരെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പ്രിയങ്കയും വികാസും കൂടെ എത്തിയിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. എല്ലാവരെയും സുവർണയ്ക്ക് ആക്ച്വലി കെൽവൻ തന്നെയാണ് എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. ഇവിടെ താഴെ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത്. മാനസി അമ്മയും കൂടെ പൂരൻ പോളിയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാ പൂരൻ പോളിയുണ്ട്, കട്ടാച്ചി അംട്ടി എന്ന് പറയും. എന്ന് വെച്ചാൽ ചണ ഡാൽ കൊണ്ടുള്ള ഒരു ഡാൽ കറി. പിന്നെ പാലുണ്ട്, അതുപോലെ ബജ്ജിയുണ്ട്, പപ്പടമുണ്ട്, കുരുടയുണ്ട്, പിന്നെ ചോറുണ്ട്. ഇതൊരു പെർട്ടിക്കുലർ മഹാരാഷ്ട്രീയനിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആഹാരമാണ് പൂരൻ പോളി. അതിൽ ഈ പാലിലേക്ക് കുറച്ച് നെയ്യ് കൂടൊക്കെ ഒഴിച്ച് തരും. വളരെ ടേസ്റ്റിയാണ്, നല്ല പൂരൻ പോളിയാണ്. അല്ലെങ്കിലും മാനസിയുടെ അമ്മ വളരെ നല്ലൊരു കുക്കാണ്. ഇത് ആ മാനസിയുടെ കൊച്ചിലത്തെ ഫോട്ടോയാണ് ഈ കാണുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കുട്ടി. പിന്നെ മാനസിക്കും അവിടെ ബ്രദറിനൊക്കെ കിട്ടിയ ട്രോഫികളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാനസിയാണ് വിളമ്പുന്നത് ഓരോരുത്തർക്കും. അതിൽ നെയ്യ് ഒഴിച്ചു തരികയാണ് നമ്മൾ പാലിനകത്തേക്ക്. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മാനസിയാണെങ്കിൽ മീട്ടാപ്പാന് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. മീട്ടാപ്പാൻ എന്ന് പറഞ്ഞാൽ വെറ്റ പോലെ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പാനൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇത് നമ്മൾ തലേഗാവിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ടാറ്റായുടെ ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് പോവുകയാണ്. കടയൊക്കെ അടച്ചു. റോഡൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡാണ്. ആ റോഡൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. രാത്രിയിൽ ഒരു 10:30, 11, 10:45 ആയി സമയം. ഇതൊരു മംഗൾ കാര്യാലയമാണ്, കല്യാണമൊക്കെ നടക്കുന്ന സ്ഥലം. നമ്മൾ ആക്ച്വലി പഴയ ബോംബെ പൂന ഹൈവേയിൽ നിന്നും ഉള്ളിലോട്ട് പോകുന്ന ഒരു സ്ഥലത്താണ് തലേഗാവ്. അവിടെ പണ്ട് കാലത്ത് തലേഗാവ് ഈഗിൾ ഫ്ലാസ്കിൻ്റെ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈഗിൾ ഫ്ലാസ്കിൻ്റെ ഫാക്ടറി കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ നിർത്തിപ്പോയോ എന്നറിയത്തില്ല. അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. നല്ലൊരു MIDC ഉണ്ട് തലേഗാവിൽ. തിരിച്ചു പോയപ്പോൾ നമുക്ക് ഉബർ കിട്ടി. അതുകൊണ്ട് ഉബറിലാണ് പോകുന്നത്. ഈ തലേഗാവിൽ ഈ റോഡ് വന്നിട്ട് മെയിൻ ബോംബെ പൂന ഹൈവേയിലോട്ട് വന്നിട്ട് വേണം നമുക്ക് ടാറ്റായുടെ സൊസൈറ്റിയിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി. ടാറ്റായുടെ ഒരു വലിയ സൊസൈറ്റിയാണ്, ടാറ്റ ലാമുണ്ടാന എന്ന് പറയും. അത് ഹില്ലിനോടൊക്കെ അടുത്തൊരു സൊസൈറ്റി. നമ്മൾ ബോംബെ പൂന റോഡിലേക്ക് ടേൺ ചെയ്യുകയാണ്. അവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറിയാൽ നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിലേക്ക് പോകണം. ടാറ്റ ലാമുണ്ടാന ആക്ച്വലി നമ്മളിപ്പം കൺസ്ട്രക്ട് ചെയ്യുന്നത് phase 4 ആണ്. phase 1, phase 2, phase 3 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ phase 4 എന്ന് പറഞ്ഞാൽ ഒരു റോ ഹൗസിൻ്റെ ടൗൺഷിപ്പാണ്. അതിൻ്റെയാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഈ ഭാഗത്ത് ഇത്തിരി ലൈറ്റൊക്കെ കുറവാണ്.
ടേൺ ചെയ്തു. അതാണ് ഇതിൻ്റെ സെയിൽസ് ഓഫീസൊക്കെയാണ്. ടാറ്റ ലാമുണ്ടായ ഫേസ് 1 നമ്മൾ എൻട്രി ചെയ്യുകയാണ്. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫേസ് 4 താമസിക്കുന്നത് ഫേസ് 2 നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കാണാൻ. മലയുടെ അടിവാരമാണ്. അപ്പം നമ്മൾ ഫേസ് 2 എത്തുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നീല ഇതില്ലേ, ഷീറ്റ്സ് ഒക്കെ ഇട്ട് മറച്ചേക്കുന്നതാണ് സൈറ്റ്. അത് മുഴുവനും ആക്ച്വലി റോ ഹൗസസ് ആണ്. നല്ല ഭംഗിയുള്ള റോ ഹൗസസ് ആണ്. ദൂരേന്ന് കാണാം റോ ഹൗസിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. കുറച്ചൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ